ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂചിച്ചേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്. അല്ലാതെ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിച്ചേണ്ട അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. കൊല്ലം സുധിയുടെ അവാർഡുകളൊക്കെ വാരിക്കൂട്ടി ചാക്കിലാക്കി കട്ടിലിനടി തട്ടിയ രേണു സുധിയാണ് ഇന്നത്തെയും സോഷ്യൽ മീഡിയ സ്റ്റാർ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ കിച്ചു RD എന്ന് പറയുന്ന ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ. കിച്ചു അവൻ്റെയും കൂടെയും വീടായിട്ടുള്ള രേണു ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവരുടെ ഇളയ മകൻ സുധിയുടെയും രേണുവിൻ്റെയും മകൻ റിതപ്പൻ ആ ഒരു പയ്യനുമായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് ചാനലിൽ ഇട്ടപ്പോഴത്തേക്ക് ആ വീഡിയോ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു. ആ വീഡിയോയിൽ നിന്ന് നമുക്ക് ആ ഒരു വീടിൻ്റെ വൃത്തിഹീനത അറിയാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രേണുവിൻ്റെ അവാർഡുകളൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സുധിച്ചേട്ടൻ്റെ എല്ലാം എടുത്ത് കട്ടിലിനടിയിൽ തട്ടി അത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഒരു ഓൺലൈൻ മീഡിയയിലെ ചേട്ടൻ നമ്മുടെ രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു കൊടുത്ത കുറച്ച് മറുപടികളുണ്ട്. അതിൽ ഈ ഒരു വൃത്തിഹീനതയുടെ കാര്യം അത് രേണു പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കാം. അതായത് കുട്ടികളൊക്കെയുള്ള വീടാണ്, ചിലപ്പോൾ എത്രയൊക്കെ അടുക്കിപ്പിറക്കി വെച്ചാലും അവിടെ വൃത്തിഹീനമാവും. പിന്നെയും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ തട്ടിമറിച്ച് വൃത്തികേടാകാം. ഓക്കെ, മനസ്സിലാക്കാൻ രേണു. എന്നാൽ അവാർഡിനെ പറ്റി ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. രേണു അത് ഒരാൾക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവൂല. ഇപ്പോൾ രേണു ഈ വീഡിയോ കാണുന്നില്ല എങ്കിൽ ഓക്കെ, രേണുവിൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രേണുവിനോടൊന്ന് പറയുക. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ എൻ്റെ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വേറൊന്നുമല്ല. രേണുവിൻ്റെ നാക്ക് അത് തന്നെയാണ് രേണുവിന് വിനയായിട്ട് മാറുന്നത്. ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കഥ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂവിലൊക്കെ കയറി ഇരുന്ന് കഥ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. വായി തോന്നുന്നതൊക്കെ വന്നങ്ങ് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അത് രേണുവിന് തന്നെ പണിയായിട്ട് മാറുക. അല്ലാതെ ഇവിടെ ഒരു റിയാക്ഷൻ ചാനലുകാരൻ ഇരുന്ന് മറ്റേ രേണുവിനെ മറ്റേ ഇല്ലാതാക്കുന്നല്ല. രേണുവിൻ്റെ തന്നെ നാക്ക്. രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും കാര്യം മനസ്സിലാവും. പിന്നെ രേണുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണാതെ ഇരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. നിങ്ങൾ കാണാതിരുന്നാൽ പോരെ, തീർന്നില്ലേ? രേണുവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് കാണാൻ ഒരുപാട് ആളുകളുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ രേണു വന്ന് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ രേണുവിടെ ഒപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, ഞാൻ എന്തായാലും അത് കേൾപ്പിക്കാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക. ഇനി നമുക്ക് രേണു പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. രേണു അവാർഡ് ചാക്കി കെട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ നടക്കണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിൽ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് പോട്ടെ, അത് പെട്ടെന്ന് വന്ന് കണ്ടവരെടുത്തു. അത് രേണു ചേച്ചി അതൊക്കെ പോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ അതൊന്നും പറഞ്ഞില്ലായിരുന്നു. കട്ടിലെ കിടക്കുന്ന തുണിയുടെ എണ്ണമൊന്നും ഞാൻ നോക്കാൻ പോയില്ല. നേരെ മറിച്ച് ആ വീടിൻ്റെ ഒരു കോലം, മൊത്തത്തിൽ നിലത്തൊക്കെ ഫുള്ള് മുടി, എന്തൊക്കെയോ ഭയങ്കര അലങ്കോലമായിരുന്നു. പോട്ടെ, രേണു പറയുന്ന പോലെ തന്നെ അവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ്, അലങ്കോലമാകും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിനെ ഒന്നും എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തില്ല. ഈ കട്ടിലെ കിടക്കുന്ന തുണി അത് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ, അത് എൻ്റെ വീട്ടിൽ നോക്കിയാലും കട്ടിലയിലൊക്കെ ഇഷ്ടംപോലെ തുണി കാണും. അതൊന്നും നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ വീട് കംപ്ലീറ്റ്ലി, ആ വീട്ടിൽ എന്തോരം ആളുകളുണ്ടായിരുന്നു. ആ ഒരു അമ്മ അവിടെ ഇരിക്കുന്ന കണ്ടു, പിന്നെ ഏതോ ഒരു ചേട്ടൻ അതുവഴി തേരാപ്പാര നടക്കുന്ന കണ്ടു. ഇങ്ങനെ ഒരുപാട് ആൾക്കാരില്ലേ, പിള്ളേരുണ്ട്, മനസ്സിലാക്കാം. അതുപോലെ തന്നെ വേറെ മുതിർന്ന ആളുകളും ഉണ്ട് അവിടെ. അപ്പോൾ ഇച്ചിരിയൊക്കെ ഒരു വൃത്തി അത്രേ ചോദിക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിലിപ്പം ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മ പ്രായമായതാണ്. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്കൊന്നും അങ്ങനെയുള്ള വീടുകൾ കാണും. എപ്പോഴും പിന്നെ നമ്മുടെ ബെഡ്റൂം നമ്മളെല്ലാം ഡ്രസ്സുകളൊക്കെ വാരിയിടും. ഡ്രസ്സുകളൊക്കെ കിടക്കുന്നതൊക്കെ സ്വാഭാവികമാണ്, അതിനകത്തൊന്നും ഞാനൊന്നും പറയില്ല. പക്ഷെ ഇത്രയും ആളുകൾ, ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും ആ വീട്ടിലുണ്ട്. അപ്പൊ ഇച്ചിരിയൊക്കെ അത്രയും ആളുകൾ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഓക്കെ, രേണു പറയുന്നതിനകത്തോട് ഞാൻ യോജിക്കാം. പക്ഷേ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് കേട്ടോണേ. എൻ്റെ അവാർഡെല്ലാം ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ചേണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല.
കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സൂചിച്ചാണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട്. അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞില്ല. അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്. അല്ലാതെ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിച്ചാണ്ട് അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ്. അവനതെടുത്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരു വിഷമമാകും ചേട്ടൻ്റെ ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ്. പിന്നെ ബാക്കി എനിക്ക് ചേച്ചി പറയുന്ന കേൾപ്പിക്കാവേ. ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചേച്ചി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴോ ഇല്ലെങ്കിൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ ഈ അവാർഡുകൾ, ചേച്ചിക്ക് കിട്ടിയ അവാർഡുകൾ നേരെ കൊണ്ടുവന്ന് അങ്ങ് മേശപ്പുറത്ത് വെക്കും എന്ന് ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അവാർഡ് നൈറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓക്കെ, ആ അവാർഡ് നേരെ കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചേച്ചി ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ചേച്ചിയുടെ അവാർഡ് ചേച്ചി എടുത്ത് ബാഗിൽ ഇട്ടോണ്ടാണോ പോകുന്നത്? ഞാനല്ല ഇത് പറഞ്ഞത്, ചേച്ചി തന്നെ ഇത് പറഞ്ഞത്. അവാർഡിനൊക്കെ അല്ല ഷൂട്ടിനൊക്കെ പോയി വന്നു കഴിയുമ്പോൾ നേരെ ബാഗിൽ നിന്ന് എടുത്ത് വെക്കുന്നതാണെന്ന്. അല്ല എന്തുവാ ചേച്ചി? അല്ല എന്തോ ഇവിടെ രേണു ഉദ്ദേശിക്കുന്നത് എന്തോ ഒന്ന് പറഞ്ഞു തന്നെ. എന്നിട്ട് പിള്ളേരെടുത്ത് നശിപ്പിക്കുമെന്ന്, അതുകൊണ്ടാണ് അവാർഡുകളൊന്നും അവിടെ. രേണുവിൻ്റെയും പിള്ളേരെടുത്ത് നശിപ്പിക്കത്തില്ലേ? രേണുവിൻ്റെയും നല്ല ഓർമ്മകളല്ലേ അത്? രേണു ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ആയതിന് കിട്ടിയ അവാർഡൊക്കെ ഇല്ലേ? അതൊക്കെ പിള്ളേരെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ? സുധിച്ചേട്ടൻ്റെ പിന്നെ കൊല്ലത്തും ഉണ്ടല്ലോ കുറെ. അതുകൊണ്ട് പിന്നെ ആ ഒരു റീസൺ പിള്ളേരെടുത്ത് നശിപ്പിക്കുമെന്ന് പറഞ്ഞൊന്നും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ രേണു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ പിള്ളേർ കാണാതെ നിങ്ങളുടെ രേണുവിൻ്റെ അവാർഡും സുധിച്ചേട്ടൻ്റെ അവാർഡും എല്ലാം പിള്ളേർ കാണാതെ എടുത്ത് മാറ്റി സേഫായിട്ട് വെക്കണം. കാരണം ഒരു അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ആളുകൾക്കും അതൊരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ. രേണുവിനപ്പോൾ ആ ഒരു അവാർഡിന് അത്രയും വിലയുള്ളോ? രേണു ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസറിന് കിട്ടിയ അവാർഡിനൊക്കെ അത്രയും വിലയുള്ളോ? അത് പിള്ളേർ കളഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലേ? അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രേണു തന്നെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം, ഒരു വില കൊടുക്കാത്തത് പോലെ അവാർഡിനൊക്കെ പിള്ളേർ നശിപ്പിക്കുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പിള്ളേർ നശിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണത്താലാണെങ്കിൽ എല്ലാം നമ്മൾ പിള്ളേരെടുക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അല്ലാതെ സുധിച്ചേട്ടൻ്റെ മാത്രം കട്ടിലടി കയറ്റി എൻ്റെ മാത്രം എടുത്ത് മേളി വെക്കുന്നത്, അതിനൊക്കെ ഈ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാണാം. ആ ഒരു അവാർഡിനകത്ത് ആക്സിഡന്റ് അടിയിൽ പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു. അപ്പോൾ 24ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടിയത്. അത് ഇടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കുവാണ്. ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂചിച്ചേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ്. പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ. അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ്, അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും അല്ല. നല്ല അവാർഡുകളൊക്കെ ചാക്കിനകത്ത് വെച്ചതാണ് ചേച്ചി. അതൊക്കെ പോട്ടെ, ചേച്ചി പറയുന്ന മറ്റേ കഥ കേട്ടോ നിങ്ങൾ? സുധിച്ചേട്ടൻ അന്ന് മരണപ്പെട്ട സമയത്ത് പുള്ളിയുടെ കയ്യിൽ ഒരു അവാർഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിയുടെ രക്തം എന്തോ തമ്പിൻ്റെ എന്തോ രീതിയിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്, അത് മാത്രമേ ഉള്ളൂ ഓർമ്മയായിട്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ല. എനിക്കെന്തോ ഇതങ്ങോട്ട് ഓക്കെ, ഓർമ്മകൾ അത് ചെറുതൊന്നും അല്ല, മനസ്സിലായില്ല, അവരുടെ ഭർത്താവാണ് പോയത്, മനസ്സിലാക്കാം. പക്ഷെ ഇതൊക്കെ ഈ ഒരു പോയിന്റിൽ അതൊക്കെ എടുത്ത് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ആർക്കും അത്ര അങ്ങോട്ട് വിശ്വസിക്കും. എന്താണ് ഇവള് പറയുന്നത്? ആ പുള്ളിയുടെ രക്തം അത് പതിഞ്ഞ ആ ഒരു അവാർഡ്, അതാണ് ഓരോന്ന് വരുമ്പോഴത്തേക്ക് ചേച്ചി പുതിയ റീസൺസ്, പുതിയ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ല. അപ്പൊ പുതിയ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആ ഒരു ആക്സിഡന്റ് സമയത്ത് കയ്യിലെ ചോര ആ ഒരു അവാർഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നു, ആ ഒരു രക്തക്കറ മാറാതെ ഞാൻ സൂക്ഷിച്ചു എന്തോ ഇത് നോവലോ സിനിമാ കഥയോ? അല്ല ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ എൻ്റെ പൊന്ന് രേണു നിങ്ങൾ വന്നിരുന്ന് പറയാറുണ്ട്. നിർത്തുക. ഇതാണ് കുറെ ആളുകൾക്ക് നിങ്ങളോടുള്ള ഹെയ്റ്റ് കൂടാൻ കാരണം. ഇതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ആരും വന്ന് നിങ്ങളെ റിയാക്ട് ചെയ്യണോ നിങ്ങളെപ്പറ്റി സംസാരിക്കാനോ നിൽക്കുന്നില്ല. അതോ നിങ്ങൾക്കിത് വേണം, ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ചും കൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം വന്നിരുന്ന് പറയുന്നതാണോ ഇങ്ങനത്തെ കഥകൾ? എനിക്ക് അറിയാൻ പാടില്ല. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? നിങ്ങൾ പറ. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ, എനിക്ക് ബാക്കി കൂടെ കേൾക്കാം നമുക്ക്. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ തകർന്നു പോകുന്നത്.
ഒരു പരിധി വരെ നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണം രേണു എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും. ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. രേണു ഈ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പം അറിയുന്ന ആ സംഭവങ്ങളില്ലേ, ആ സംഭവങ്ങൾ രേണുവും കൂടി ഒന്ന് കണ്ടു നോക്കണം. മനസ്സിലായില്ലേ? എല്ലാം ഈ ഫ്രണ്ട്സ് പറയുമ്പോഴാണല്ലോ. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് വന്നിട്ട് എന്ത് കാര്യമാണെങ്കിലും ചോദിക്കണം അല്ലേ? ഓക്കെ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാം. അതേപോലെ നിങ്ങൾ ഈ ഫ്രണ്ട്സ് പറയുന്ന കേൾക്കാതിരി. നിങ്ങൾ എന്താണ് മറ്റുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണ്. നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഫ്രണ്ട്സ് പറഞ്ഞു, അവർ കണ്ടു, ഇവർ കണ്ടു പറഞ്ഞു, മറ്റവർ കണ്ടു പറഞ്ഞു. നിങ്ങളൊന്ന് കാണ്. അതിലിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പറയുക. ഇപ്പം ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്ന് ഓൺലൈൻ മീഡിയക്കാരൻ തന്നെയാണല്ലോ ചോദിക്കുന്നത്. നമ്മുടെ ഒരു പ്രതിനിധി പോലെ പുള്ളി ചോദിച്ചെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ പറയുന്ന മറുപടി എന്താ? പിള്ളേരെടുത്ത് അവാർഡുകൾക്ക് എന്താണ് തട്ടിമറിച്ച് കളയും അല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് വിചാരിച്ചാണ് കട്ടിലടി കയറ്റിയെന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു അവാർഡ് നിങ്ങൾക്കും വിലയുള്ളതല്ലേ, അതും നിങ്ങളെടുത്ത് മാറ്റി വെക്കത്തില്ലേ? അങ്ങനെയാണല്ലോ. നമുക്കൊരു അവാർഡ്, നിങ്ങൾക്കൊന്നെങ്കിൽ ആ ഒരു അവാർഡിനൊന്നും വിലയില്ല. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണേ എനിക്ക് അവാർഡൊന്നും വിലയില്ല, സുധിച്ചേട്ടൻ്റെ അവാർഡിന് മാത്രമാണ് വില, അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം സേഫ് ആക്കി ബാക്കിയെല്ലാം എടുത്ത് 10 പേര് കാണുന്ന രീതി വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് വന്നിരുന്ന് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ ആർക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകമായിട്ട് തോന്നുന്നൊരു ന്യായീകരണം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പറ, നിങ്ങൾക്ക് എന്താ ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്? നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. അത് ആക്ച്വലി അത് ആരാണ് ചെയ്തത്? വ്ലോഗ് ചെയ്തപ്പോഴാണോ? വീഡിയോ കിച്ചു ആണ് വ്ലോഗ് ചെയ്തത്, ഞാനില്ലായിരുന്നു വീട്ടിൽ. അവൻ്റെ വീടല്ലേ, അവൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അവാർഡ് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്ത് ഞാൻ സേഫായിട്ട് ഇട്ടതാണ്, സേഫായിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയാൻ. കാരണം സൂചിച്ചേൻ്റെ ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്ത്, കുഞ്ഞു പിള്ളേരല്ലേ അവരെടുത്ത് പൊട്ടിച്ച് തന്നെ എടുക്കും. അത് ഞാൻ സേഫായിട്ടെല്ലാം വെക്കണതാണ്. കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സൂചിച്ചേട്ടൻ്റെ കണ്ണെഴുതി പൊട്ടു വിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തുവാ മോനെ, അച്ചാച്ചനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യല്, പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ. അതുപോലെ ആ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പം കഴിച്ച് പൊട്ടിച്ച്, അത് കുപ്പിയല്ലേ പൊട്ടിച്ചാൽ തീർന്നു. അപ്പം അതുപോലെ ഞാൻ സേഫാക്കി എടുത്ത് വെച്ച സാധനമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. ബിഗ് ബോസിൽ പോയെന്ന് വിചാരിക്കുക, എൻട്രി കിട്ടിയെന്ന് വിചാരിക്കാൻ ഇപ്പൊ ഞാൻ പോകുന്നില്ലല്ലോ. അല്ല, ഇൻ കേസ് രേണുവിന് ബിഗ് ബോസിൽ എൻട്രി കിട്ടി, വിളിച്ചിട്ടുമില്ല. എൻട്രി കിട്ടിയതിന് ശേഷം ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ പ്രതീക്ഷയും കൂടി എൻട്രി ആവുന്നു രേണുവിന് ഓപ്പോണന്റ് ആയിട്ട്. അപ്പൊ എന്തായിരിക്കും രേണുവിന്റെ ഗെയിം പ്ലാൻ? എനിക്ക് ഗെയിം പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ ഒരു എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും? ആ ഒരു നിലപാട് പോലെ അന്ന് എന്താണോ അങ്ങനെ പോലെ, നമുക്കറിയില്ലല്ലോ, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. രേണുവിന്റെ ബിഗ് ബോസ് എൻട്രിയെ പറ്റി വലിയ ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. രേണുവും പറയുന്നത് രേണുവിന് കോളൊന്നും വന്നിട്ടില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പറയണമെന്ന് അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ രേണുവിനോട് അത് ചോദിക്കേണ്ട, രേണു പറയാൻ സാധ്യതയില്ല. പക്ഷേ ഞാനും അറിഞ്ഞത് രേണുവിന് അങ്ങനെ കോളുകളൊന്നും കിട്ടിയിട്ടില്ല, ഇത്തവണ കാണാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യമാണോ എന്നറിയില്ല. ഇപ്പം പല ആളുകൾ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് പോലെ ഇടത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞതാണ്. പക്ഷേ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പം കാണാതെ ഇരിക്കാം. അപ്പോൾ അതൊന്നും അല്ല ഇവിടെ കാര്യം. ഈ പ്രജീഷിൻ്റെ ഒക്കെ കാര്യം ചോദിക്കുന്നത് കേട്ടോ. രേണുവിനൂടെ ഈ ഒരു എന്താണ് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? രേണുവിന് ഇതിനൊന്നും പറയാനില്ല. രേണുവിൻ്റെ മുമ്പിൽ നിന്നാണ് ഒരാൾ ചോദിക്കുന്നത് പ്രജീഷിനെ പറ്റി. രേണു പോകുമ്പോഴത്തേക്ക് വൈൽഡ് കാർഡ് വഴി പ്രജീഷ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗെയിം സ്ട്രാറ്റജി? എന്ത് ഗെയിം സ്ട്രാറ്റജി? അല്ല, ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രേണുവിന് ഇതൊന്നും ഒരു ഓക്വേർഡായിട്ട് വളരെ മോശമായിട്ട് അവർ ചോദിക്കുന്നതാണോ തിരിച്ചൊന്നും അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? ഇത് നമ്മളിവിടെ ഇരുന്നിട്ട് നിങ്ങൾ പറയുന്നതിനകത്തെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് രേണുവിന് ഇത്രയും പ്രശ്നം. രേണു അത് വളരെ മോശമാണ്. രേണു മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ഇതൊക്കെ രേണു വീണ്ടും ഇട്ട് തരുന്നത് നാട്ടുകാരുടെ മുമ്പിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കയറി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ വോട്ടെവർ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം അഭിനയിക്കുക, ആൽബം അഭിനയിക്കുക, ഞാൻ അതിനകത്തൊന്നും തെറ്റ് പറയത്തില്ല. അവർക്ക് ജീവിക്കണം, അവർ ചെയ്യട്ടെ. പക്ഷെ വന്ന് എല്ലാം നമ്മുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഈ അവാർഡിൻ്റെയൊക്കെ ലീവിറ്റ്, ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇത് കണ്ടപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.